ഹായ് ഗൈസ്, ഇന്നലെ തൊട്ടാണ് ലോകത്ത് സെൻസേഷണൽ വിഷയമായി ഓടുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ചൈനയിൽ പുതിയതായിട്ട് ഒരു വൈറസ് കണ്ടെത്തി, അതായത് HMPV എന്ന് പറയുന്ന ഈ ഒരു വൈറസ്. അതുപോലെ തന്നെ ഈ ഒരു വൈറസിന് ഇതുവരെ മരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതും ഒരു ഹൈലൈറ്റ് ആണ്. അപ്പോൾ പലർക്കും ഉള്ള സംശയമാണ്, അതായത് വീണ്ടും കൊറോണ പോലെ എന്തെങ്കിലും ഒരു വൈറസ് ആണോ, അതുപോലെ തന്നെ കൊറോണ പോലെ ഇത് അത്രമാത്രം പേടിക്കേണ്ട ഒരു സംഭവമാണോ, അതുപോലെ തന്നെ ഇത് വീണ്ടും ലോക്ക്ഡൌൺ വരുമോ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ചൈന എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. ഇതുകൊണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ, അതായത് അവിടുന്ന് ഒരു ന്യൂസ് പുറം ലോകം അറിയണം എന്നുണ്ടെങ്കിൽ വളരെയധികം കഷ്ടമാണ്. കാരണം അവർക്ക് സ്വന്തമായിട്ട് യൂട്യൂബാണ്, ഫേസ്ബുക്ക് ആണ്, ട്വിറ്റർ ആണ്. അപ്പോൾ ഇവിടെ നിന്നല്ല തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പ്ലാറ്റ്ഫോമിലോട്ടൊന്നും തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്ക് ആക്സസ് ഇല്ല. ഇതുകൊണ്ട് എന്താണ്, ഇവർക്ക് എന്തെങ്കിലും പുറം ലോകത്തോട് സംസാരിക്കണേ അവിടുന്ന് ഒഫീഷ്യലായിട്ട് ഒന്നോ രണ്ടോ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്താൽ മാത്രമോ എന്തെങ്കിലും കാര്യങ്ങൾ പുറം ലോകം അറിയുള്ളൂ. അപ്പോൾ ഇതും ആദ്യമായിട്ട് അതായത് ട്വിറ്റർ ഹാൻഡിലാണ് വന്നത്. കുറേയധികം ആൾക്കാർ അതായത് ഇങ്ങനെ റെസ്പിറേറ്ററി ഇഷ്യൂസ് കാരണം ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുന്നതും അതുപോലെ തന്നെ അവർക്കെല്ലാം ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും. പലരും ആദ്യം വിചാരിച്ചത് അത് കൊറോണ വന്നപ്പോൾ ആ വിഷ്വൽസ് തന്നെയാണ് എടുത്ത് റീപബ്ലിഷ് ചെയ്തത്. പക്ഷെ പിന്നീടാണ് അറിയുന്നത് ഇത് പുതിയതായി വന്നിരിക്കുന്ന ഒരു ഇഷ്യൂ തന്നെയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ കുറെ ആൾക്കാർക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കാരണം ചൈന തന്നെ ഇത് ഒഫീഷ്യലായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിന് കൃത്യമായി ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു രോഗം വളരെ എളുപ്പത്തിൽ പോകുമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്ന ഈ ഒരു വൈറസിന്റെ പേരാണ് HMPV എന്ന് പറയുന്നത്. അപ്പോൾ HMPV എന്ന് പറയുന്നത് ഹ്യൂമൻ മെറ്റാനിമോ വൈറസ് എന്നാണ്. അപ്പോൾ ഈ ഒരു വൈറസ് എന്ന് പറയുന്നത് അതായത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. 2001 തന്നെ കണ്ടെത്തിയ ഒരു വൈറസുമാണ്. കഴിഞ്ഞ 60 വർഷത്തോളം അതായത് ജനങ്ങളുടെ അടുത്ത് ഉള്ള അതായത് ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന ഒരു വൈറസും കൂടിയാണ്. പക്ഷെ ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചില്ല. അതായത് 2001 കണ്ടുപിടിച്ച ആ ഒരു വൈറസിന് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ്. നിയോമ വിരീഡിയ എന്ന് പറയുന്ന ആ ഒരു വൈറസ് ഫാമിലിയിലുള്ള ഒരു വൈറസ് ആണ്. അതുപോലെ തന്നെ ഇതൊരു RNA വൈറസും കൂടിയാണ്. അപ്പോൾ ഇത് വരുന്നവർക്ക് റെസ്പിറേറ്ററി ഇഷ്യൂസ്, അതായത് ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ആയിരിക്കും കൂടുതലായും കണ്ടുവരുന്നത്. പിന്നെ കൃത്യമായ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ലെങ്കിൽ മരണമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വൈറസിന്റെ സ്പെസിഫിക്. അപ്പോൾ ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് വളരെ കോമൺ സിംറ്റംസ് ആണ്. എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു മൈൽഡ് ഫീവർ വരുമ്പോൾ എന്തെല്ലാം സിംറ്റംസ് നമുക്ക് കണ്ടെത്താറുണ്ടോ അത് തന്നെ എവിടെയും വരിക. അതായത് ചുമ വരും, സ്നീസിങ് വരും, അതുപോലെ തന്നെ അതായത് ഛർദി, ചൊറിച്ചിൽ, അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള ഫീവർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വൈറസിലും കണ്ടുവരുന്നത്. അത് പിന്നെ ട്രീറ്റ്മെന്റ് എടുക്കാത്തപ്പോഴാണ് ഇത് സീരിയസ് ഇഷ്യൂ ആയി പോകുന്നത്. അപ്പോൾ ഈ വൈറസ് കൂടുതലായിട്ടും 14 വയസ്സിന്റെ താഴെയുള്ളവർക്കും അതുപോലെ തന്നെ 50 വയസ്സിന്റെ മേലെയുള്ള ആൾക്കാർക്കും ആണ് കംപ്ലീറ്റ് ആയിട്ടും എഫക്റ്റ് ആവുന്നത്. ഇതിന്റെ നടുക്ക് പ്രായമുള്ള ആൾക്കാർക്കെല്ലാം തന്നെ ഇത് കൂടുതലായിട്ടും ഇമ്മ്യൂൺ സിസ്റ്റം ഇല്ലാത്തവർക്ക്, അതായത് ഈ നടുക്ക് പ്രായമുള്ളവർക്കും എല്ലാം തന്നെ ഒരു ചെറിയ കാറ്റടിച്ചാലോ അല്ലെങ്കിൽ ക്ലൈമറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ആകുമ്പോഴെല്ലാം പനി പിടിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കാണ് ഈ വൈറസ് കൂടുതലായിട്ടും ഈ RNA വൈറസ് കണ്ടെത്തുന്നതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്, അതായത് സയന്റിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു വശം ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന അതേ സമയത്ത് തന്നെയാണ് ജപ്പാനിൽ നിന്ന് മറ്റൊരു ന്യൂസും വരുന്നത്. അതായത് ജപ്പാനിൽ ഏകദേശം 7 ലക്ഷം ആൾക്കാർക്കോളം അതായത് മറ്റൊരു ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ആ ഒരു വൈറസും ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലും ഈ HMPV എന്ന് പറയുന്ന ഈ ഒരു വൈറസുമായിട്ട് ലിങ്ക് ഉണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ ജപ്പാൻ മീഡിയാസോ അല്ലെങ്കിൽ ജപ്പാൻ ഹെൽത്ത് കെയറോ ഇതുവരെ കൺഫേം ആയിട്ടില്ല. അപ്പോൾ ഏഷ്യയിൽ മൊത്തമായിട്ടും ഇങ്ങനെ വൈറസ് സ്പ്രെഡ് ആവുകയാണ്. അപ്പോൾ ഇതിനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ചൈനയോ ഇതിന് എമർജൻസി ഇതുവരെയും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതും പ്രത്യേക കാര്യമാണ്. പക്ഷേ ഇത് പ്രത്യേകത എന്താ വെച്ചാൽ, 2019 കോവിഡ് വരുമ്പോഴും ആദ്യത്തെ സ്റ്റേജിൽ ഈ ചൈന ഒന്നും തന്നെ ഇതിനെ എമർജൻസി ആയി ഡിക്ലെയർ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇന്ത്യയും ഇത് വലിയ പേടിക്കാനുള്ള വിഷയമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കോവിഡ് പോലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കോവിഡ് പോലെയാണോ എന്ന് വെച്ചാൽ കോവിഡ് പോലെ അത്രമാത്രം വലിയ പേടിക്കേണ്ട ഒരു വൈറസ് അല്ല. അതായത് ഇത് അങ്ങനെ പെട്ടെന്ന് ഒരാളിൽ നിന്ന് പെട്ടെന്ന് പിടിക്കുന്ന ഒരു വൈറസുമല്ല. അതുപോലെ തന്നെ ഡെത്ത് റേറ്റും വളരെ കുറവാണ്. അതായത് ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മരണം സംഭവിക്കും അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കുറവാണ്. അതായത് ഇങ്ങനെ ഒരു വൈറസ് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ നമുക്ക് വരെ വന്നിട്ട് പോയിട്ടുണ്ടാവാം. കാരണം 60 വർഷമായിട്ട് ഇങ്ങനെ എവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇത് മെഡിസിൻ കണ്ടുപിടിച്ചില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ഡ്രോബാക്ക് തന്നെയാണ്. പക്ഷെ ഇത് അത്ര പേടിക്കാനുള്ള വൈറസ് അല്ല. അതുപോലെ തന്നെ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അത്ര അതായത് ഈ ലോക്ക്ഡൌൺ സ്റ്റേജിലോട്ടോ അങ്ങനെയൊന്നും പോകേണ്ട ഒരു ആവശ്യം വരില്ല. അത് നമുക്ക് അതായത് കൃത്യമായ ഒരു മെഡിസിൻ എല്ലാം കഴിച്ച് നമ്മൾ ഒരു റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ, അതായത് കൃത്യമായ ഫുഡും മെഡിസിനും അതുപോലെ തന്നെ ഒരു റെസ്റ്റും എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വൈറസിൽ നിന്ന് ഗെറ്റ് റിഡ് ആവാനുള്ള ഇതോ ഉള്ളൂ.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യം വലിയ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഇന്ത്യൻ ഹെൽത്ത് മെഡിക്കൽസും അതുപോലെ തന്നെ ചൈനയും. അതുകൊണ്ട് തന്നെ വീണ്ടും കോവിഡ് വരുമോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നും തന്നെ ഇനി വരാൻ ചാൻസ് ഇല്ല. കാരണം ഈ ഒരു വൈറസ് അത്രമാത്രം രൂക്ഷമല്ല. പിന്നെ പലരും പറയുന്നുണ്ട് ഇത് ചൈനയിൽ സ്പ്രെഡ് ആവുന്നില്ല എന്ന്. പക്ഷെ ചൈനയിൽ നോർത്തേൺ സൈഡിലുള്ള കൂടുതൽ ഏരിയകളിലാണ് ഇത് കണ്ടുവരുന്നതായിട്ട് ഇപ്പോൾ പറയുന്നത്. പക്ഷെ മറ്റ് റീജിയനുകളിലും തന്നെ ഇത് ഇപ്പോഴും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഇതുണ്ട്, ചൈന തന്നെ കൺഫേം ആക്കിയതുമാണ്. അതുകൊണ്ട് തന്നെ ഇത് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ വട്ടം ഒരു വൈറസ് വരുമ്പോൾ ചൈനയിൽ നിന്ന് വരികയാണെങ്കിൽ അതിനെന്തായാലും ഒരു ഗ്ലോബൽ അറ്റൻഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു അറ്റൻഷൻ വന്നത് മാത്രമാണ് ന്യൂസിലെല്ലാം ഇത്ര സെൻസേഷനായി കാണിക്കുന്നത്. അല്ലാണ്ട് ഇത് സെൻസേഷണൽ വിഷയമായി മാറേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ഇത് മുൻപേ കണ്ടുപിടിച്ച ഒരു വൈറസും കൂടിയാണ്. ഇതിനുള്ള മെഡിക്കൽ എല്ലാം മെഡിസിൻസ് എല്ലാം ടെസ്റ്റിംഗ് പ്രോസസ്സിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുക? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.